കൊടുത്തു. കൃത്യമാണല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഈ സംഭവം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഗ്യാങ് ഒരുമിച്ച് കൂടിയതും ആ ചിത്രവുമാണ് നിങ്ങൾ കണ്ടത് എന്നുള്ളതാണ്. അപ്പൊ വളരെ കൃത്യമായിട്ട് രാജൻ ജോസഫിന് ഇന്നലെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോ അതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞത്, അടൂരിലെ പാർട്ടിയുടെ പട്ടാളം, പാർട്ടി കൊണ്ട് ലഭിച്ച സൗഹൃദങ്ങൾ, തങ്ങൾക്ക് വേണ്ടി നിന്നവർക്ക് വേണ്ടി അവരും നിൽക്കുമെന്നതിന് കാലം തെളിവാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങള് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ അവിടെ എങ്ങനെ ഉണ്ടാകും. ഏതൊരു പ്രതിസന്ധി വരുന്നോ അവിടെ ഓടിയെത്താൻ. അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോ ഓടിയെത്താൻ മാത്രമല്ല, പ്രതിസന്ധി ഉണ്ടാക്കിയവന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവരുണ്ടായി എന്നുള്ളതാണ് നല്ല കൃത്യമായിട്ട്. മനസ്സിലായില്ലേ? എന്താണെങ്കിലും വലിയ സന്തോഷമുണ്ട്. ആ മാലിന്യത്തെ പൂട്ടി എന്ന് മാത്രമല്ല, മാലിന്യത്തിന് കാര്യങ്ങള് നല്ല രീതിയിൽ വെടിപ്പായിട്ട് ബോധ്യമാക്കിയിട്ടുണ്ട് രാഹുലും പിള്ളേരും എന്നുള്ളതാണ്. അപ്പോ ഇനിയിപ്പോ രാജൻ ജോസഫിന് സംശയം ഉണ്ടാവൂല, അവരെ കൊണ്ട് കൂട്ടിയാ കൂടുവോ, അവരെ കൊണ്ട് അവരുടെ കൊക്കിലൊതുങ്ങോ എന്നുള്ള കാര്യത്തിലൊന്നും രാജൻ ജോസഫിന് ഇനി വലിയ സംശയം ഉണ്ടാവില്ല. കാരണം രാജൻ ജോസഫിന് അതിപ്പോ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ രാജൻ ജോസഫിനും ബോധ്യമുണ്ട്. കേസൊക്കെ ഇപ്പോ ഒരു ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയിട്ട് കേസിന്റെ വഴിക്ക് അങ്ങനെ പോയിക്കോളൂ. പക്ഷേ കിട്ടിയതൊന്നും തിരിച്ചു കൊടുക്കാൻ ഇപ്പൊ ഒരു വഴിയും രാജൻ ജോസഫിനെ കൊണ്ടില്ല. മനസ്സിലായില്ലേ? അതിന് രാജൻ ജോസഫിനെ കൊണ്ട് പറ്റൂല. രാജൻ ജോസഫിനെ കൊണ്ട് വേണമെങ്കിൽ അപവാദങ്ങൾ പറയാനോ അല്ലെങ്കിൽ പച്ച നുണ പടച്ചുവിടാനോ സാധിക്കുമായിരിക്കും. ഇപ്പോ രാജൻ ജോസഫിന്റെ ഗതികേട് ഇന്നലെ എങ്ങനെയെന്ന് വെച്ചാല്, ഗാന്ധിജി പറഞ്ഞതിലും വലിയ മോശമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അല്ലെ. ഒരു കർണം കിട്ടിയാല് മറ്റേ കർണം കാണിച്ചു കൊടുക്കണം എന്നാണ്. അവിടെയും കിട്ടിയാല് കുനിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ, മുതുകത്തിട്ട് ചാമ്പിയപ്പോ നിലത്ത് കിടന്ന് ഉരുളേണ്ട അവസ്ഥ, ഇതൊക്കെ ഉണ്ടായി. അപ്പോ കൂട്ടിയാ കൂടി എന്നുള്ളത് എടോ രാജ, നീ മനസ്സിലാക്കേണ്ടത് അത് രാഹുലും പിള്ളേരുവാ. മനസ്സിലായില്ലേ? നിന്നെക്കാൾ വലിയ കളികൾ കണ്ടവരും കാണിച്ചവരും കാണിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ളവരുമാ. അതെന്തായാലും നിനക്ക് ഇന്നലെ ഡയറക്റ്റ് ബോധ്യമായിട്ടുണ്ട്. അതിന്റെ വലിയൊരു കാര്യം. ഇനി ബാക്കിയുള്ളതൊക്കെ നീ ജാമ്യം എടുത്ത് പുറത്തിറങ്ങ്, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. നിന്നെ കൊണ്ട് പറ്റും പോലെ നീയും ചെയ്യേ. രാഹുലും പിള്ളേരും അവരെ കൊണ്ട് പറ്റും പോലെ അത് ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും.